കുറച്ച് ദിവസം കൊണ്ട് ആക്ടർ ബാലേര ഒരു വിഷയം നടക്കുന്നുണ്ട്. എലിസബത്ത് ഉദയനുമായിട്ട്. പിന്നെ ബാലേര ഭാര്യയായിരുന്നു. ലിവിങ് ടൂതർ എന്നൊക്കെ പറയണം. ഭാര്യയാണോ അയാൾ പറയുന്നത് ലിവിങ് ടൂതർ എന്ന്. മുൻ ഭാര്യ അമൃത സുരേഷ്. ബാലയെ കുറിച്ചൊന്നും വെളിയിൽ പറയൂലായിരുന്നു. അമൃത സുരേഷ് ഉള്ളിൽ ഒതുക്കി നടന്ന്. പക്ഷേ ഒരു സാഹചര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് അമൃത പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ ബാല സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നും കൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കും. അമൃതയുടെ മോളെ കുറിച്ച് ഓരോന്ന് കൊച്ചു വളർന്നു വരുമ്പോൾ അതിന് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ വരില്ലേ, ഇങ്ങനെ വന്നിരുന്ന സോഷ്യൽ മീഡിയ വഴിയൊക്കെ പറയുമ്പോഴത്തേക്ക്. ഇന്ന് എല്ലാ അഭിമുഖത്തിലും അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ അമൃത പ്രതികരിച്ച് ഇടയ്ക്ക് വെച്ച് അങ്ങനെയൊക്കെ ആയി കേസായി. എലിസബത്തുമായിട്ട് പിരിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോഴൊന്നും എലിസബത്ത് ഒന്നും പറയുന്നില്ല, ബാലേര കാര്യമൊന്നും മിണ്ടാവട്ടെ ഒന്നും ചെയ്യുന്നില്ല. എലിസബത്ത് ഡോക്ടറാണ്, അങ്ങനെ ഹോസ്പിറ്റല് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ അതിന് ശേഷമാണ് കോകിലയെ വിവാഹം കഴിച്ചത്. അപ്പം കോകിലയെ വിവാഹം കഴിച്ച് ശേഷം ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. കോകിലയും ബാലയും കൂടെ അവർ തമ്മിൽ പാചകങ്ങളൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കണ വീഡിയോയും ഞാനും കാണാറൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കവെയാണ് വീണ്ടും അമൃത സുരേഷ് മോളെ പേരിൽ പോളിസി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്യാഷ് എല്ലാം പിൻവലിച്ച് എന്ന് പറഞ്ഞ് രണ്ടാമതും കൊണ്ടുവന്ന് പെറ്റീഷൻ കൊടുക്കണം, അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോഴ് ഈ ബാല ചെയ്യണേന്ന് പറഞ്ഞാൽ ബാല ഒരറ്റത്ത് കഴിയുകയും ചെയ്യും, മറ്റേ അറ്റത്തുകൂടെ ഭാര്യമാരാ അവരിപ്പോൾ സെപ്പറേറ്റഡ് ആയി പോയെങ്കിലും അവരെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞു തുടങ്ങും. പിന്നെ എലിസബത്തിനെ കുറിച്ച് പറച്ചിൽ തുടങ്ങി. അതുവരെ പറഞ്ഞ എലിസബത്ത് എൻ്റെ മോളാണ്, അങ്ങനെയാണ് ഇങ്ങനെ എൻ്റെ കണ്ണാണ് കരളാണ് എന്ന് പറഞ്ഞാൽ ഈ ബാല ഹോസ്പിറ്റലിൽ കരൾ രോഗമൊക്കെ വന്ന് കിടന്ന സമയത്ത് ഈ എലിസബത്താണ് ഉറക്കമൊഴിഞ്ഞിരുന്ന് കൂട്ടിയിരുന്നതും. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരുപാട് എലിസബത്ത് റെക്കോർഡുകളും എല്ലാം വെളിയിൽ വിട്ടതാണ്. ഉറക്കമൊഴിഞ്ഞിരുന്ന് ബാലയെ അന്വേഷിച്ചെടുത്ത് അന്നൊക്കെ ഈ ബാലയ്ക്ക് കൊള്ളായിരുന്നു. പിന്നെ ഈ കഷ്ടം അതിനുശേഷം ഒരിക്കൽ കണ്ടായിരുന്നു. ഈ ബാലയുടെ ചാനലിലാണെന്ന് തോന്നുന്നു, ഗോകുലിയായിട്ടുള്ളതല്ല എലിസബത്തുമായിട്ട് കഴിഞ്ഞ സമയത്ത്. പിന്നെ ഫുഡ് ഓണത്തിന് അത് മിക്കുള്ളവരും കണ്ടിട്ടുള്ളതാണ്. അത് നമുക്ക് സങ്കടം വരും കണ്ടു കഴിഞ്ഞാൽ. എലിസബത്ത് ഇങ്ങനെ എല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കി ഇലയിൽ എല്ലാം വിളമ്പി കറികളും ഓണത്തിന് സദ്യ ഉണ്ടാക്കി വെച്ചപ്പോഴത്തേക്ക് കാണാം ബാല നല്ല ലെവലിൽ നല്ല മൂഡിലാണ്. അവിടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എലിസബത്ത് ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു. ബാലയെ എന്നിട്ട് വിളിക്കുന്നു. അപ്പോഴത്തേക്ക് ആള് വന്ന് അവിടെ ഇരുന്നിട്ട് എന്തോന്ന് എലിസബത്ത് സന്തോഷത്തിൽ പാവം വാരി ബാലയ്ക്ക് കൊടുക്കാനായിട്ട് ഒരുങ്ങണം. ബാല എന്തോന്ന് തിരിച്ചിങ്ങനെ വാരി എലിസബത്തിൻ്റെ വായിരകത്ത് അണ്ണാക്കിലോട്ട് അങ്ങ് കുത്തി ഇറക്കി കൊടുത്തിട്ട് എഴുതിച്ചു പോയി. അതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി ഇവർ തങ്ങളിലുള്ള ഈ കുട്ടി അത്രയും സഹിച്ചാണ് അവിടെ കിടക്കണമെന്നുള്ളത്. ഇപ്പം ഇനി എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞൂടാ. ആദ്യം എലിസബത്തിനെ ഇതുപോലെ തന്നെയാണ് കൊണ്ട് നടന്നത്. പിന്നീട് എലിസബത്ത് അയ്യാതെയായി. എലിസബത്തിൻ്റെ വായിൽ നിന്ന് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അവൾ അനുഭവിച്ച വേദനകളും എല്ലാം പറഞ്ഞു തുടങ്ങിയപ്പം എലിസബത്ത് അഴുക്കയായി. ഇപ്പോഴും എലിസബത്ത് ഒരേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാലയായിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായ അനുഭവങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എലിസബത്ത് ഒരുപാട് അനുഭവിച്ച്, അതുപോലെ അമൃത സുരേഷും അനുഭവിച്ചു. അമൃത സുരേഷിന് ഒരുപാട് ചവിട്ടയും അടിവയറിലൊക്കെ ചവിട്ടി മൂക്കിൽ നിന്ന് വായിന്നൊക്കെ ബ്ലഡൊക്കെ വന്ന് എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ട് ഒരുപാട് പെൺകുട്ടികൾ ഇതേ ലെവലിൽ അനുഭവിക്കുന്നതുണ്ട്. മദ്യപിച്ചിട്ട് വന്നിട്ട് കിടന്ന് അടിയും വഴക്കും. എലിസബത്ത് പറയണത് 100% ശരിയാണെന്നുള്ള അനുഭവം ഗുരു എന്ന് വേണം പറയാനുള്ളത്. സഹിക്കാൻ ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന സഹിക്കാൻ പറ്റണേൽ അങ്ങേ അറ്റം സഹിക്കും. പക്ഷേ അതിനപ്പുറം വന്നു കഴിഞ്ഞാൽ ഒത്തിരി പാടാണ് സഹിക്കാൻ. പിന്നെ അവർ കുറ്റം ഏൽക്കൂല. അതാണ് ഈ ബാല ഒന്നും ഏൽക്കൂല. ചെയ്യണ തെറ്റുകളൊന്നും ചോദിച്ചു കഴിഞ്ഞാലും ബാല ഏൽക്കേയില്ല.
അതുപോലെ തന്നെ ഒരുവിധപ്പെട്ടവരെല്ലാവരും ചെയ്യുന്ന തെറ്റുകളൊന്നും കേൾക്കൂല. അപ്പം ഭാര്യമാരെ എടുത്തിട്ട് ഉപദ്രവം, അടിയും ഇടിയും കൂടുതലും ഈ മദ്യത്തിൻ്റെ പുറത്ത് കാണിക്കുന്നതാണ്. അവർ മദ്യത്തിൻ്റെ പുറത്ത് എന്തെല്ലാം കാണിക്കുന്നു. അതുപോലെ ഈ എലിസബത്തിൻ്റെ അനുഭവം ഒരുപാട് പെൺകുട്ടികൾക്ക് കാണും, ഒരുപാട്. പക്ഷേ അവർ സഹിച്ച് കിടക്കണവരുണ്ട്. ഞാൻ പറയണ അങ്ങനെ സഹിച്ച് കിടക്കരുത്. നിങ്ങൾക്ക് പറ്റൂല എന്ന് കണ്ടു കഴിഞ്ഞാൽ പുല്ല് കളഞ്ഞിട്ടങ്ങ് പോകണം. ഇങ്ങനെ ഉള്ളവന്മാരുടെ കിടക്കരുത്. അല്ലെങ്കിൽ നാട്ടുകാരെന്തേര് പറയും, അല്ലെങ്കിൽ ബന്ധുക്കാരെന്തേര് പറയും എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. നമ്മളെ ജീവിതം അവിടെ തൊലഞ്ഞു. പിന്നെ അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ സഹിച്ച് കിടക്കരുത് എന്നുള്ളതാണ്. എലിസബത്ത് ഒരു പാവം കുട്ടിയായിരുന്നു. പാവം, വെറും പഞ്ചപാവം. പച്ചവെള്ളം കൊടുത്താലും അവിടെ ഇരുന്ന് കുടിക്കും. അങ്ങനെ ഇരുന്ന എലിസബത്ത് പാവം, നല്ലൊരു കുട്ടിയായിരുന്നു. എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവരും ഇങ്ങനെ സഹിച്ച് അടിമകളെ പോലെ ഇരുന്ന് കിടക്കരുത്. വല്ല പ്രവൃത്തികൾ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി അതിന് ശേഷം ഇങ്ങനെയൊക്കെ വല്ല പ്രവൃത്തികളാണ് വീട്ടിനകത്ത്, അല്ല മദ്യപാനോ വേറെ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികളൊക്കെ കണ്ട്, അല്ലെങ്കിൽ നമ്മളങ്ങനെയൊക്കെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കിടക്കരുതെന്നാണ് പറയണത്. അങ്ങനെ കിടക്കേണ്ട ഒരു കാര്യമില്ല. പോകണം, അപ്പോഴേ പോകണം. പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കണം. ഇത്ര അടിമകളായിട്ട് കിടക്കേണ്ട ഒരു കാര്യമില്ല. അവരെ അടിമകളാക്കി ഇട്ടേക്കും. ഇപ്പം ഈ ബാലയെന്ന് പറഞ്ഞാൽ ചെയ്യണത്, പിന്നെ അടിമയാക്കി ഇട്ടും കൊണ്ട് ഇപ്പം ബാല വീട്ടിൽ വേറുള്ളവരെ വിളിച്ച് വരുത്തിയിട്ട് അവരെ മുന്നിൽ വെച്ച്, മോളെ മക്കളെ ദാണ്ട് എൻ്റെ മോക്ക് അത് വാങ്ങിച്ചു കൊടുത്ത് ഇത് വാങ്ങിച്ചു, ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചുമ്മയാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് ആ രംഗം കഴിഞ്ഞിട്ട് അതങ്ങ് ഊരി മേടിക്കുകയാണ് ചെയ്യണത്, ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അതുപോലെ ചാനലുകാരെ വീഡിയോയിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പം എല്ലാ പെൺപിള്ളേരടുത്തും പറയാനുള്ള, സഹിച്ച് കിടക്കണവരടുത്ത്, എല്ലാ ആണുങ്ങളൊന്നും ഇല്ല, അങ്ങനെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോയിട്ട് അത്രത്തോളം സഹിച്ച് ജീവിക്കണ പെൺപിള്ളേരടുത്ത് പറയാനുള്ളത്, നിങ്ങളങ്ങനെ സഹിച്ച് കിടക്കേണ്ട കാര്യമില്ല. വീട്ടുകാർ അല്ലെങ്കിൽ നാട്ടുകാർ അറിയുന്നുള്ള ഒരു രീതിയിൽ വിഷമിച്ചെന്നോ അങ്ങനെ കിടക്കേണ്ട കാര്യമില്ല. ഇറങ്ങിപ്പോണം. നാട് പരന്നല്ലേ കിടക്കണം. എന്തെല്ലാം ജോലി ചെയ്ത് നമുക്ക് ജീവിക്കാം. അങ്ങനെ അങ്ങ് വിചാരിക്കണം. പോയി ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.